പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. അബുദാബിയിലെ ഹോട്ടലുകളിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പിലാക്കുന്നു. എമിറേറ്റിലെ ഹോട്ടലുകളിലെ പ്രവർത്തനക്ഷമതയും സുരക്ഷയും ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. അബുദാബി നഗരം, അൽ ഐൻ മേഖല, അൽ ദഫ്ര മേഖല പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാകും പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുക. രണ്ടാം ഘട്ടത്തിൽ 4 സ്റ്റാർ ഹോട്ടലുകളിലേക്കും തുടർന്ന് മറ്റ് കാറ്റഗറിയിലുള്ള ഹോട്ടലുകളിലും ഈ സംവിധാനം നടപ്പിലാക്കും. അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. വകുപ്പിലെ ലൈസൻസിംഗ് ആൻഡ് റെഗുലേറ്ററി കോംപ്ലിയൻസ് വിഭാഗം ഇതിന് മേൽനോട്ടം വഹിക്കും. അബുദാബിയിലെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ തുടങ്ങുന്ന ഇത്തരത്തിലുള്ള ആദ്യ സംവിധാനമാണിത്. അതിഥികൾ എത്തുമ്പോൾ അവരുടെ വിവരങ്ങൾ പരിശോധിക്കുകയും നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുകയും ചെയ്യാൻ ഈ സംവിധാനം സഹായിക്കും. ഈ വിവരങ്ങൾ അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രീകൃത ഡാറ്റാബേസിലേക്ക് കൈമാറും. ഇതിലൂടെ ചെക്ക് ഇൻ സമയം കുറയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡയിലെ നിലവിലെ കുടിയേറ്റ നിയമം 2 വർഷം കൂടി തുടരാൻ പുതിയ ഭരണകൂടം. താൽക്കാലിക താമസക്കാരെ സ്ഥിരം പദവിയിലേക്ക് മാറ്റുന്നതിലും ആഗോള പ്രതിഭകളെ ആകർഷിക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭവന നിർമ്മാണത്തിലും പൊതു അടിസ്ഥാന സൗകര്യങ്ങളിലും സമ്മർദ്ദം ലഘൂകരിക്കുക എന്ന ലക്ഷ്യമാണിതിനു പിന്നിൽ. ലിബറൽ പാർട്ടിയുടെ കുടിയേറ്റ നയങ്ങൾ മാർക്ക് കാർണി തുടരാൻ സാധ്യതയുണ്ട്. 2023 പ്രഖ്യാപിച്ച 2025-2027 കുടിയേറ്റ നയം സർക്കാർ പിന്തുടരാനാണ് നീക്കം. 2 വർഷത്തിനകം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും താൽക്കാലിക വിദേശ തൊഴിലാളികളുടെയും എണ്ണം 5% താഴെയാക്കാൻ ഇത് നിർദ്ദേശിക്കുന്നു. നിലവിൽ കാനഡയിലെ മൊത്തം ജനസംഖ്യയായ 41.5 ദശലക്ഷത്തിന്റെ 7.3% ഈ വിഭാഗമാണ്. താൽക്കാലിക താമസക്കാരെ സ്ഥിരം പദവിയിലേക്ക് മാറ്റുകയും ഉയർന്ന വൈദഗ്ധ്യമുള്ള ആഗോള പ്രതിഭകളെ ആകർഷിക്കുകയും ചെയ്യുക എന്നതാണ് ലിബറൽ പാർട്ടിയുടെ ലക്ഷ്യം. വിദേശ പ്രൊഫഷണലുകൾക്കുള്ള യോഗ്യതാ അംഗീകാരത്തിനും കുടിയേറ്റ അപേക്ഷകളുടെ കാലതാമസം കുറയ്ക്കുന്നതിനും ഈ നയം ഊന്നൽ നൽകുന്നു. 2027 ശേഷം എല്ലാ വർഷവും ദേശീയ ജനസംഖ്യയുടെ 1% താഴെ വരുന്ന കുടിയേറ്റക്കാർക്ക് സ്ഥിര പദവി നൽകാനാണ് ലിബറൽ പാർട്ടി പദ്ധതിയിടുന്നത്. കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ സ്രോതസ് ഇന്ത്യയാണ്. കഴിഞ്ഞ വർഷം 1,30,000 ഇന്ത്യക്കാർ സ്ഥിര താമസക്കാരായി മാറി. ഈ കണക്ക് മുൻ വർഷത്തേക്കാൾ ഏകദേശം 9% കുറവാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിലെ ഷോപ്പിംഗ് മാളായ മാൾ ഓഫ് മസ്കത്ത് നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന്. ഉപഭോക്തൃ സേവനം ഏറ്റവും മികച്ചതാക്കാനാണ് ലുലു ഹോൾഡിംഗ്സും താമണി ഗ്ലോബലും കൈകോർക്കുന്നത്. മാൾ ഓഫ് മസ്കറ്റ് സംബന്ധിച്ച ദീർഘകാല കരാറിൽ ലുലു ഗ്രൂപ്പും ഒമാൻ സർക്കാർ സോവനീർ ഫണ്ടായ തമാനി ഗ്ലോബലുമാണ് ഒപ്പുവെച്ചത്. ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി പ്രസിഡന്റ് അബ്ദുൾ സലാം അൽ മുർഷിദി, ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി കൈസ് മുഹമ്മദ് അൽ യൂസഫ്, ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ MA യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കരാറിൽ ഒപ്പുവെച്ചത്. 10 കോടി ഒമാനി റിയാൽ മുതൽ മുടക്കിൽ നിർമ്മിച്ച മാളിലെ സൗകര്യങ്ങൾ കൂടുതൽ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും ഉപഭോക്തൃ സേവനം ഏറ്റവും മികച്ചതാക്കാനുമാണ് ലുലു ഹോൾഡിംഗ്സും താമണി ഗ്ലോബലും കൈകോർക്കുന്നത്. ഇതിന്റെ ഭാഗമായി പദ്ധതിയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറായി താമണി ഗ്ലോബൽ ലുലു ഹോൾഡിംഗ്സിനോടൊപ്പം പ്രവർത്തിക്കും. 20 ലക്ഷത്തിലധികം ചതുരശ്ര അടി വിസ്തീർണമുള്ള മാൾ ഓഫ് മസ്കത്തിൽ ഒമാൻ അക്വേറിയം, ലുലു ഹൈപ്പർ മാർക്കറ്റ്, നോവോ സിനിമാസ് അടക്കം 200ഓളം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിലെ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വികസന പദ്ധതികൾ പുരോഗമിക്കുന്നു. ഭൂഗർഭ ട്രെയിൻ ശൃംഖലയും പദ്ധതിയിൽ ഉൾപ്പെടുന്നതായി റിപ്പോർട്ട്. $35 ബില്യൺ വികസന പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. ദുബായ് വേൾഡ് സെൻട്രൽ എന്നും അറിയപ്പെടുന്ന വികസിച്ച വിമാനത്താവളം 27 ചതുരശ്ര മൈലിലധികം വിസ്തൃതിയുള്ളതും 5 സമാന്തര റൺവേകൾ ഉള്ളതുമായിരിക്കും. 4 ടെർമിനലുകളിലും 400 ഗേറ്റുകൾ ഉണ്ടായിരിക്കും. ഇത് പ്രതിവർഷം 260 ദശലക്ഷം യാത്രക്കാരെയും 13 ദശലക്ഷം ടണ്ണിലധികം ചരക്കുകളെയും കൈകാര്യം ചെയ്യാൻ സൗകര്യമൊരുക്കും. യാത്രാ ദൂരവും വിമാനത്താവളത്തിലേക്കുള്ള യാത്രയും സുഗമമാക്കുന്നതിന് ഒരു ഭൂഗർഭ ട്രെയിൻ സംവിധാനം പരിഗണനയിലാണെന്ന് ദുബായ് എയർപോർട്ട്സിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പങ്കെടുക്കവേ ദുബായ് എയർപോർട്ട് CEO പോൾ ഗ്രിഫ്റ്റിസ് ആണ് വികസന പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചത്. പുതിയ ടെർമിനൽ സമുച്ചയത്തിനുള്ളിലെ ആന്തരിക ഗതാഗത സമയം 15 മുതൽ 20 മിനിറ്റിലെത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പദ്ധതി പുരോഗമിക്കുമ്പോൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും വികസിപ്പിച്ച അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മാറ്റും. നിലവിൽ ദുബായ് ഇന്റർനാഷണൽ ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എയർലൈൻസ് 2034ഓടെ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മാറ്റും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 60,000 റിയാലോ അതിൽ കൂടുതലോ മൂല്യമുള്ള കറൻസികൾ കൈവശമുണ്ടെങ്കിൽ ഹജ്ജ് തീർത്ഥാടകർ കസ്റ്റംസ് ഡിക്ലറേഷൻ പൂർത്തിയാക്കണം. സൗദിയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഹജ്ജ് തീർത്ഥാടനത്തിനായി എത്തുന്ന വിദേശികൾക്ക് യാത്രാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹജ്ജ് ഉംറ മന്ത്രാലയം.
3000 റിയാലിൽ കൂടുതൽ മൂല്യമുള്ള ലഗേജുകളും സമ്മാനങ്ങളും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ പോലുള്ള വസ്തുക്കളും കൈവശമുണ്ടെങ്കിൽ കസ്റ്റംസ് ഡിക്ലറേഷൻ പൂർത്തിയാക്കണം. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് സക്കാത്ത് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി വെബ്സൈറ്റ് സന്ദർശിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.